ഹായ് ഓൾ ഡാലി കളക്ഷൻസിന്റെ എല്ലാ കസ്റ്റമേഴ്സിനും വ്യൂവേഴ്സിനും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജു. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ക്രഷ്ഡ് ഫാബ്രിക്കിൽ നല്ല ഭംഗിയായിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് നമുക്ക് ഡെയിലി വെയർ ആയിട്ടും അതുപോലെ ചെറിയൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ്. ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലും കൂടിയാണ് കേട്ടോ. നമുക്ക് കളക്ഷൻസ് കാണാം. നമ്മുടെ ഫസ്റ്റ് സെറ്റ് വരുന്നത് ഇതാണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ നല്ലൊരു ക്രഷ്ഡ് ഫാബ്രിക് ആണ്. ക്രഷ്നെസ് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ക്രഷ്ഡ് ആയിട്ട് ഇങ്ങനെ ചുളുങ്ങിയിരിക്കുന്ന ഒരു മെറ്റീരിയലും അല്ല. നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഷേപ്പിൽ കിടക്കുന്ന മെറ്റീരിയലാണ്. കാരണം നമ്മുടെ ജോർജറ്റ് ഒക്കെ പോലെ തന്നെ ഒരു ഫ്ലോയി ഒരു ഫീൽ അതിനും വരുന്നുണ്ട്. ചെറിയൊരു ക്രഷ്നെസ് അതിനകത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അയൺ ചെയ്യാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലും കൂടിയാണ്. ഇതിലേക്ക് ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ത്രെഡിന്റെ എംബ്രോയിഡറി വർക്ക് സ്കാറ്റേഡ് ആയിട്ട് സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയിട്ടും ഇതുപോലെ വരുന്നുണ്ട്. മെയിൻ ആയിട്ട് തിക്കായിട്ട് വരുന്ന വർക്ക് ദാമനിലേക്കാണ്. ഹെവി ആയിട്ട് തന്നെ ഇതുണ്ടോ ത്രെഡിന് തന്നെ ഫുള്ളായിട്ടും ഇത്രയും വീതിയിൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്ക് ഹെമ്മിലേക്ക് വരുന്നുണ്ട്. ഇതുപോലെ ദാമനിലേക്ക് വരുന്നുണ്ട്. ഇതുപോലെ നല്ല രസമുള്ള മെറ്റീരിയൽ. കളറാണെങ്കിലും നല്ലൊരു ബ്രിക്ക് കളറാണ്. ബ്രിക്കിലേക്ക് ചെറിയൊരു ലൈറ്റ് ഓറഞ്ചും കൂടെ ബ്ലെൻഡ് ആവുന്ന നല്ല രസമുള്ള കളർ ഷെയ്ഡ്. പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്ന എല്ലാം ഈ ഒരു കളർ ഷെയ്ഡിൽ തന്നെയാണ്. പാറ്റേൺ ഡിഫറെന്റ് ആയിട്ട് വരുന്നുണ്ട്, കളർ കോമ്പിനേഷൻ ഡിഫറെന്റ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ കളർ ബേസ് ആയിട്ടുള്ള കളർ ഇത് തന്നെയാണ് കേട്ടോ. എല്ലാത്തിൻ്റെയും വരുന്നത്. ക്രഷിലും വരുന്നുണ്ട്, ജോർജറ്റിലും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ടോപ്പ് നമുക്കൊരു 2.5 മീറ്റർ ഫാബ്രിക് വരുന്നുണ്ട്. ഷോൾ വരുന്നത് ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് കേട്ടോ. ഷോൾ വരുന്നത് സെയിം ഫാബ്രിക്കിലേക്ക് തന്നെയാണ്. ആ ഒരു ടോപ്പിൽ വരുന്ന അതേ എംബ്രോയിഡറി വർക്കുകൾ ഇതുപോലെ സ്കാറ്റേഡ് ആയിട്ട് ഷോളിന്റെ ബോഡിയിലേക്കും വരുന്നുണ്ട്. നല്ല രസമായിട്ടൊരു ബോർഡർ, നല്ല ഭംഗിയുള്ളൊരു ബോർഡർ ഇതുപോലെ വരുന്നുണ്ട്. വൺ സൈഡ് ബോർഡർ കുറച്ചുകൂടെ ഹെവി ആയിട്ടും ഓപ്പോസിറ്റ് ബോർഡർ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുമാണ് കൊടുക്കുന്നത്. രണ്ട് സൈഡും സ്കാലപ്പും ചെയ്തിട്ടുണ്ട് കേട്ടോ. 2.30 ഷോളിന് ലെങ്ത് വരുന്നുണ്ട്. ബോട്ടം വരുന്നത് സെയിം കളറിൽ തന്നെ സാൻഡൂണാണ് ഫാബ്രിക് വരുന്നത്. സെറ്റിന്റെ പ്രൈസ് വരുന്നത് 1179 ആണ്. നമുക്കിതിന്റെ ഷെയ്ഡുകൾ നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ബേസ് ആയിട്ട് വരുന്ന കളർ എല്ലാത്തിന്റെയും സെയിം തന്നെയാണ്. അതിൽ കോമ്പിനേഷൻ ആയിട്ട് വരുന്നതാണ് ഡിഫറെന്റ് ആയിട്ട് വരുന്നത്. ഇതിലേക്ക് ഒരു ചിക്കു കളറിന്റെ ത്രെഡ് എംബ്രോയിഡറി വർക്ക് ആണ് കേട്ടോ വരുന്നത്. ഇതുപോലെ തന്നെ ബോഡിയിലേക്ക് സ്കാറ്റേഡ് ആയിട്ട് വരുന്നുണ്ട്. ദാമൻ പോർഷനിലേക്ക് ഹെവി ആയിട്ട് ഇതുണ്ടോ നല്ല ഭംഗിയായിട്ട് ഫിനിഷിംഗിൽ ചെയ്തേക്കുന്ന വർക്ക് തന്നെയാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. ബാക്ക് സൈഡ് ഇതുപോലെ പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ബോട്ടം സാൻഡൂൺ ഇത് ബോട്ടം ലൈനിങ്ങും കൂടിയാണ് കേട്ടോ വരുന്നത്. ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. ഇതുപോലെ സെയിം ടോണിലേക്ക് തന്നെ വരുന്നു. ഇങ്ങനെ ഷോള് വരുന്നത് ഇതുപോലെ ബോർഡർ ഉണ്ട്. എല്ലാത്തിൻ്റെയും ഒന്ന് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് അതിൻ്റെ ഒരു ഷോളിൻ്റെ ബോർഡർ തന്നെയാണ് കേട്ടോ. സ്കാലപ്പോട് കൂടി ചെയ്തേക്കുന്ന നല്ല ഭംഗിയുള്ള ഷോള്. രണ്ട് സൈഡും സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നതും കളർ സെയിം തന്നെ. നെക്കിലേക്ക് ഇതുപോലെ യോക്കിലേക്ക് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ത്രെഡിന്റെ എംബ്രോയിഡറി വർക്ക് തന്നെ. അതിൽ ഹെവി ആയിട്ട് തന്നെ സ്വീക്വൻസസും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാണ് വരുന്നത്? ക്രഷ്ഡ് ഫാബ്രിക്കിൽ തന്നെ വരുന്നു. കളറും സെയിം തന്നെയാണ്. ഇതുപോലെ സ്കാറ്റേഡ് ആയിട്ട് ബോഡിയിലെ ഫ്രണ്ട് പോർഷൻ എല്ലാം സ്കാറ്റേഡ് ആയിട്ട് ആ ഒരു വർക്ക് വരുന്നുണ്ട്. ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. സെയിം ടോണിലേക്ക് തന്നെയാണ് കേട്ടോ വരുന്നത്. ഇതിനകത്ത് ഞാൻ ലൈനിങ്ങിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ. എല്ലാത്തിനും ലൈനിങ് വരുന്നുണ്ട്. ഷോള് വരുന്നത് ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ഷോള്. രണ്ട് സൈഡിലേക്കും ബോർഡർ വരുന്നുണ്ട്. വൺ സൈഡ് കുറച്ചുകൂടെ ഹെവി ആയിട്ടും ഓപ്പോസിറ്റ് സൈഡ് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടും നല്ല രസമായിട്ട് ഇതുപോലെ ഷോൾ വരുന്നു. നല്ല പോലെ ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയലും ആണ് കേട്ടോ. അടുത്ത നോക്കാം. നെക്സ്റ്റ് വരുന്നത് കളർ ചെറിയൊരു ഡിഫറൻസ്. ബ്രിക്കിന്റെ കൂടെ ഓറഞ്ചിന്റെ ഒരു ഷെയ്ഡ് ഇതിനേക്കാൾ കുറച്ചുകൂടെ കയറി വരുന്നുണ്ട്. ഇത് മെറ്റീരിയൽ വരുന്നത് ജോർജറ്റ് തന്നെയാണ് കേട്ടോ. നെക്കിലേക്ക് ഇതുപോലെ നെക്ക് ലൈനിൽ നല്ല രസമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ആന്റി ഗോൾഡൻ ജെറിയിൽ വരുന്ന ഒരു എംബ്രോയിഡറി ആണ് അത് വരുന്നത്. ത്രെഡ് അല്ല വരുന്നത്, ജെറി വീവിംഗ് ആണ് വരുന്നത്. നല്ല തിക്കായിട്ട് തന്നെ ആ ജെറി കൊടുത്തിട്ട് അതുപോലെ തന്നെ സ്വീക്വൻസസും ആഡ് ചെയ്തിട്ടുള്ള നല്ല രസമുള്ള ഒരു നെക്ക് ലൈനിലേക്ക് എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ ഹെവി ആയിട്ട് തന്നെയാണ് അതിൻ്റെ ഒരു ഹെം ഏരിയ വരുന്നത്. കണ്ടോ, ദാമൻ ഏരിയ വരുന്നത് ഇതുപോലെ ഉണ്ടോ. നല്ല തിക്കായിട്ട് വരുന്ന വർക്ക്, നല്ലൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റ് തന്നെയാണ് കേട്ടോ. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ ഷോള് കണ്ടോ, ഷോളൊക്കെ എന്ത് ഹെവി ആയിട്ടാണ് വരുന്നതെന്ന്. രണ്ട് സൈഡിലേക്കും ബോർഡർ നല്ലൊരു ഹെവി ഫീൽ തരുന്ന സെറ്റ് തന്നെയാണ് കേട്ടോ. സ്കാറ്റേഡ് ആയിട്ട് ബോഡിയിലും അത് വരുന്നുണ്ട്. അടുത്ത നോക്കാം. നെക്സ്റ്റ് വരുന്നതും സെയിം കളർ തന്നെയാണ്. മെറ്റീരിയൽ ഇതും ജോർജറ്റ് തന്നെയാണ് കേട്ടോ. നെക്ക് ലൈനിലേക്ക് ഇതുപോലെയാണ് അതിൻ്റെ വർക്ക് വരുന്നതും. ആന്റി ഗോൾഡൻ ജെറിയാണ് ചെയ്തേക്കുന്നത് ഇതിനകത്ത്. അതുപോലെ തന്നെ ദാമനിലേക്ക് വളരെ ഹെവി ആയിട്ട് തന്നെ വരുന്നു. തിക്കായിട്ടുള്ള വർക്കും അതുപോലെ തന്നെ സ്വീക്വൻസസും ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. സെയിം ടോണിലേക്ക് തന്നെ ഷോള് വരുന്നത് ഇതുപോലെ. ഇങ്ങനെയാണ് ഷോൾ വരുന്നത്. രണ്ട് സൈഡിലേക്കും ആ ഒരു എംബ്രോയിഡറി വിത്ത് സ്കാലപ്പ് വരുന്നുണ്ട്. സ്കാറ്റേഡ് ആയിട്ടും ബോഡിയിലേക്ക് വർക്ക് കൊടുക്കുന്നുണ്ട്.
പ്രൈസ് സെയിം തന്നെയാണ്, 1179 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത്. നമ്മൾ ഇന്ന് കണ്ട ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പർച്ചേസ് ചെയ്യാനായിട്ട് ഡിസ്പ്ലേയിൽ കാണുന്ന ഏതെങ്കിലും നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യാം. വരുന്നവർക്കെല്ലാം ഡയറക്റ്റ് വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ഡാലിയ കളക്ഷൻസിന്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.